നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന പാതയിൽ എടപ്പാൾ മേൽപ്പാലത്തിന് മുകളിൽ KSRTC ബസും ഗുഡ്സ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. 10ഓളം പേർക്ക് പരിക്ക്. മരിച്ചത് ഗുഡ്സ് വാഹനത്തിലെ ഡ്രൈവർ രാജേന്ദ്രൻ, ബസ് യാത്രക്കാരൻ സുകുമാരൻ എന്നിവർ. ബസിനും ഗുഡ്സ് വാനിനും ഇടയിൽ പെട്ട് ചതഞ്ഞറിഞ്ഞ ഗുഡ്സ് ഡ്രൈവറുടെ മൃതദേഹം പുറത്തെടുത്തത് 2.5 മണിക്കൂറിന് ശേഷം. മികച്ച ഭൂരിപക്ഷത്തിൽ ആലത്തൂർ മണ്ഡലം UDF നിലനിർത്തുമെന്ന സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. പ്രാദേശിക ചാനൽ നിരോധനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും RLV രാമകൃഷ്ണനെതിരെയുള്ള അധിക്ഷേപം പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്നും രമ്യ ഹരിദാസ്. ഹൈടെക് റോഡിന്റെ തകർച്ചയിൽ നടപടിയുമായി പൊതുമരാമത്ത് വകുപ്പ്. ബിറ്റുമിൻ കോൺക്രീറ്റ് ചെയ്ത കുന്നംകുളം ഗുരുവായൂർ റോഡിലെ EMS ഷോപ്പിംഗ് കോംപ്ലക്സിന് മുൻവശത്തെ റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S. ഹരീഷ് കരാറുകാരന് നിർദ്ദേശം നൽകി. മന്ദലാംകുന്ന് എടയൂരിൽ മിനി റോഡ് റോളറിൽ നിന്ന് ഡീസൽ ചോർന്നു. വാഹനയാത്രികർക്ക് ബുദ്ധിമുട്ട് നേരിട്ടതോടെ ഗുരുവായൂർ അഗ്നിശമന സേനാംഗങ്ങളെത്തി റോഡിൽ വെള്ളമടിച്ച് ഗതാഗത യോഗ്യമാക്കി. വാർത്തകൾ വിശദമായി. സംസ്ഥാന പാതയിൽ എടപ്പാൾ മേൽപ്പാലത്തിന് മുകളിൽ KSRTC ബസും ഗുഡ്സ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. 10ഓളം പേർക്ക് പരിക്കേറ്റു. പാലക്കാട് സ്വദേശിയും ഗുഡ്സ് വാഹനത്തിൽ ഡ്രൈവറുമായ 50 വയസ്സുള്ള രാജേന്ദ്രൻ, ബസ് യാത്രക്കാരൻ തിരുവനന്തപുരം സ്വദേശി 50 വയസ്സുള്ള സുകുമാരൻ എന്നിവരാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് അപകടം. തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോയിരുന്ന KSRTC സ്വിഫ്റ്റ് ബസും കൊറിയർ സർവീസ് നടത്തുന്ന ഗുഡ്സ് വാനുമാണ് കൂട്ടിയിടിച്ചത്. KSRTCയുടെ മുൻവശത്തേക്ക് ഇടിച്ചുകയറിയ ഗുഡ്സ് വാനിനുള്ളിൽ കുടുങ്ങിയ വാൻ ഡ്രൈവർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. 2.5 മണിക്കൂറോളം വാഹനത്തിന് ഉള്ളിൽ കുടുങ്ങിക്കിടന്ന രാജേന്ദ്രന്റെ മൃതദേഹം ചങ്ങരംകുളം പോലീസും പൊന്നാനിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം നീക്കം ചെയ്താണ് പുറത്തെടുത്തത്. തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ പൂർണ്ണമായും ചതഞ്ഞരിഞ്ഞ നിലയിലായ മൃതദേഹം പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഗുരുതരമായി പരിക്കേറ്റ ബസ് യാത്രക്കാരൻ തിരുവനന്തപുരം സ്വദേശി 50 വയസ്സുള്ള സുകുമാരൻ പിന്നീട് ആശുപത്രിയിൽ വെച്ചു മരിച്ചു. KSRTC ബസ്സിലെ യാത്രക്കാരായ 10ഓളം പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ മലപ്പുറം സ്വദേശിയും KSRTC ഡ്രൈവറുമായ മുഹമ്മദ് അനസ്, കണ്ടക്ടർ മുണ്ടുപറമ്പ് സ്വദേശി അബ്ദുൾ സമദ്, യാത്രക്കാരായ തിരുവനന്തപുരം സ്വദേശി വിഷ്ണുമോഹൻ, ഹരിപ്പാട് സ്വദേശി അജു, കൊല്ലം സ്വദേശി മീന, തിരുവനന്തപുരം സ്വദേശികളായ ഷാനു, വർഷ, ഷേർലി എന്നിവരെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. ബിറ്റുമിൻ കോൺക്രീറ്റ് ചെയ്ത കുന്നംകുളം ഗുരുവായൂർ റോഡിലെ EMS ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുൻവശത്തെ റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ അറ്റകുറ്റപ്പണി ചെയ്യാൻ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S. ഹരീഷ് കരാറുകാരന് നിർദ്ദേശം നൽകി. ആധുനിക രീതിയിൽ ടാറിംഗ് കഴിഞ്ഞ് 4 മാസത്തിനുള്ളിലാണ് റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ടാർ ചെയ്ത ഭാഗങ്ങൾ അടർന്നു നീങ്ങിയത്. കുന്നംകുളം നഗരത്തിൽ ഗുരുവായൂർ റോഡിലാണ് റോഡ് തകർന്നത്. 5 മീറ്ററോളം നീളത്തിലും 2 മീറ്റർ വീതിയിലുമാണ് റോഡ് തകർന്നിട്ടുള്ളത്. തകർന്ന റോഡിന്റെ ഭാഗങ്ങൾ നിർമ്മാണ തൊഴിലാളികൾ കൈകൊണ്ട് ടാർ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. റോഡിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ നേരിട്ട് കാണാൻ ഉദ്യോഗസ്ഥരെത്തിയിരുന്നു. ഗുരുവായൂർ റോഡിൽ മുൻപ് ബിറ്റുമിൻ കോൺക്രീറ്റ് ചെയ്ത പ്രതലത്തിലാണ് വീണ്ടും ഇതേ രീതിയിൽ ടാർ ചെയ്തത്. മിനുസമുള്ള പ്രതലമായതിനാലാണ് ടാറിട്ട ഭാഗങ്ങൾ അടർന്നു നീങ്ങിയതെന്നാണ് കരാറുകാരൻ നൽകിയ വിശദീകരണം. നിലവിലുണ്ടായിരുന്ന റോഡിന്റെ മുകളിൽ ഒരു പാളി കൂടി ടാറിടാനാണ് കരാറിൽ ഉണ്ടായിരുന്നത്. മിനുസമുള്ള പ്രതലം ടാറിങ്ങിന് മുമ്പ് പരുക്കനാക്കുന്നതിൽ വീഴ്ച വന്നതായാണ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. 3 വർഷത്തേക്ക് അറ്റകുറ്റപ്പണി ചെയ്യുന്നതിന് കരാറുള്ള റോഡാണിത്. അടർന്നു നീങ്ങിയ ഭാഗങ്ങളിലെ ടാർ ഉൾപ്പെടെ നീക്കം ചെയ്ത് വീണ്ടും ബിറ്റുമിൻ കോൺക്രീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് EE S. ഹരീഷ് പറഞ്ഞു. ആധുനിക രീതിയിൽ ടാർ ചെയ്ത റോഡ് തകർന്നതിൽ കൗൺസിലർ ലബീബ് ഹസൻ പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിന് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥരെത്തി നടപടിയെടുത്തത്. AE EK സ്മിത, AE സ്മിജ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. CCTV ന്യൂസ് കുന്നംകുളം. കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ നേരെയുള്ള കലാമണ്ഡലം സത്യഭാമയുടെ അധിക്ഷേപത്തിനെതിരെ കലാകാരി കൂടിയായ രമ്യ ഹരിദാസ് MP CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അവർ. ജീവിത സാഹചര്യം കൊണ്ട് കഷ്ടങ്ങൾ സഹിച്ച കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത അറിവിനാൽ മുഖ്യധാരയിലെത്തിയ കലാകാരന്മാരെ അധിക്ഷേപിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. ആക്ഷേപത്തിന് ഇരയാകുന്നവർക്ക് സമൂഹം പിന്തുണ നൽകണം. മനസ്സിന്റെ നന്മയും പ്രവൃത്തിയുമാണ് പ്രധാനമെന്നും സംവരണ മണ്ഡലമായ ആലത്തൂരിൽ നിന്ന് 2ാം തവണയും UDFന് വേണ്ടി ജനവിധി തേടുന്ന രമ്യ ഹരിദാസ് കൂട്ടിച്ചേർത്തു. ഞാനിപ്പോൾ വരുന്ന സമയത്ത് ആരോ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട് എന്ന് സൂചിപ്പിച്ച് ഞാൻ ആ വാർത്ത കണ്ടില്ല. ഞാൻ ഈ പ്രചരണത്തിൻ്റെ തിരക്കിലായതുകൊണ്ട് അങ്ങനെ ഒരാളിനെ വേദനിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു കലാപരമായിരിക്കുന്ന എത്രയോ ആളുകൾ
ചിലപ്പം അവരുടെ സാഹചര്യം കൊണ്ട്, ജീവിത സാഹചര്യം കൊണ്ട് ചിലപ്പം അങ്ങനെ മേഖലകളിലൊക്കെ എത്തിപ്പെടാൻ കഴിയാതെ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് അവർ പഠിച്ചെടുത്തതായിരിക്കും. ഇപ്പം കലാഭവൻ മണിയാണെങ്കിലും RL രാമകൃഷ്ണനാണെങ്കിലും അവരുടെയൊക്കെ ജീവിതത്തിലെ കൈപ്പേറിയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത അവരുടെ ഒരു കഴിവും അതിനോടൊപ്പം അവർ ആർജിച്ചെടുത്തതാണ്. അപ്പോൾ അതിനെയൊക്കെ വിമർശിക്കുന്ന സമയത്ത് ഒരു കലാകാരി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത്, കാരണം അവർക്കൊക്കെ പിന്തുണ കൊടുത്തുകൊണ്ട് മുഖ്യധാരയിലേക്ക് അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾ ഇത്തരം രീതിയിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുന്നതിനോട് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ സമൂഹം ഒത്തിരി അധികം മുന്നോട്ട് പോവുകയാണ്. അപ്പം ആ പ്രവർത്തനത്തിനകത്ത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന പിന്തുണ കൊടുക്കുക എന്നുള്ള, പിന്നെ ഓരോ ആളിൻ്റെ സൗന്ദര്യത്തിൽ അതൊക്കെ വ്യത്യസ്തമായിരിക്കാം. അതിനകത്തൊന്നുമില്ല. അപ്പം മനസ്സിൻ്റെ നന്മയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുമാണ് ഒരു മനുഷ്യൻ്റെ സൗന്ദര്യം എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. കലാമണ്ഡലം സത്യഭാമയുടേതായി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും നിലപാടുകളും പൂർണ്ണമായി നിരാകരിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നതായി കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ, രജിസ്ട്രാർ എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കപ്പെടുന്നത് സ്ഥാപനത്തിന് കളങ്കമാണെന്നും ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഇവർക്ക് കലാമണ്ഡലവുമായി നിലവിൽ ഒരു ബന്ധവുമില്ലെന്നും വാർത്താക്കുറിപ്പിലൂടെ ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി. പഞ്ചവാദ്യം നടക്കുന്നതിനിടയിൽ വാദ്യകലാകാരന്മാരെ കയ്യേറ്റം ചെയ്യാൻ വടക്കാഞ്ചേരി പോലീസ് ശ്രമിച്ചതായി പരാതി. ഇതിനെതിരെ പ്രതികരിച്ച പ്രശസ്ത മദ്ദള കലാകാരൻ നെല്ലുവായ് സജീഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനായി സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടതിൽ പ്രതിഷേധമുയരുന്നു. വാദ്യകലാകാരന്മാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും പഞ്ചവാദ്യം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ക്ഷേത്ര വാദ്യകലാ അക്കാദമി. കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്ര ഉത്സവത്തിനിടയിലാണ് പഞ്ചവാദ്യ കലാകാരന്മാർക്ക് പോലീസിൽ നിന്ന് ദുരനുഭവം നേരിടേണ്ടി വന്നത്. ഉത്സവത്തിന് കൊല്ലമ്മാക്ക് കമ്മിറ്റിക്ക് വേണ്ടിയാണ് പഞ്ചവാദ്യം അവതരിപ്പിച്ചത്. വൈകിട്ട് 5 മണിയോടെ ക്ഷേത്രത്തിൽ കൊട്ടുന്നതിനിടയിൽ വടക്കാഞ്ചേരി സ്റ്റേഷനിലെ ASI ഇതിനിടയിലേക്ക് കയറി വന്ന് വാദ്യം നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. അനുവദിച്ച സമയം തീരാൻ 3 മിനിറ്റ് ബാക്കി നിൽക്കുമ്പോഴാണ് സമയം തീർന്നെന്നും പറഞ്ഞ് ASI വാദ്യം തടയാൻ ശ്രമിച്ചത്. എന്നാൽ ക്ഷേത്രകലയായതിനാൽ പഞ്ചവാദ്യം അതിന്റെ കാലങ്ങൾ കൊട്ടിത്തീർത്തേ നിർത്താൻ കഴിയുകയുള്ളൂ എന്നതാണ് ആചാരം. കൊട്ടി അവസാനിപ്പിക്കാൻ 1 മിനിറ്റ് സമയം അനുവദിക്കണമെന്ന് കമ്മിറ്റിക്കാർ ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇത് കേൾക്കാൻ തയ്യാറാകാതെ കൊട്ടിക്കൊണ്ടിരുന്ന വാദ്യക്കാരെ പിടിച്ച് തള്ളുകയും മോശമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തുവെന്ന് പറയുന്നു. വാദ്യക്കാരെ തള്ളേണ്ട കാര്യമില്ലെന്നും കമ്മിറ്റിക്കാരോട് സംസാരിച്ചാൽ മതിയെന്നും സജീഷ് പറയുകയും ഇതേ തുടർന്ന് വാക്കേറ്റം നടക്കുകയും ചെയ്തു. ഇതിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായാണ് സജീഷിനെതിരെ കേസെടുക്കുവാൻ പോലീസ് ഒരുങ്ങുന്നത്. സജീഷിനോട് ശനിയാഴ്ച സ്റ്റേഷനിൽ ഹാജരാകാൻ ASI ഫോണിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പഞ്ചവാദ്യം കൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ കയറി വരികയും കമ്മിറ്റിക്കാരുമായിട്ട് വാക്കുതർക്കം ഉണ്ടാകുകയും അതിനുശേഷം കൊട്ടിക്കൊണ്ടിരിക്കുന്ന തിമലക്കാരെ പിടിച്ചു തള്ളുകയും മദ്ദളക്കാരോട് മാറാൻ പറയുകയും ചെയ്ത് അദ്ദേഹം വളരെ മോശമായി പെരുമാറി. വെറും പഞ്ചവാദ്യം കഴിഞ്ഞ് 2 സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വാദ്യക്കാരോട് ഇത്ര വളരെ മോശമായി പെരുമാറിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനോട് ചെയ്ത കാര്യം ശരിയായില്ല എന്നുള്ളത് നമ്മളവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്നലെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ നമ്പർ എവിടുന്നോ സംഘടിപ്പിച്ച് എന്നെ വിളിച്ചിരുന്നു. ശനിയാഴ്ച 10 മണിക്കുള്ളിൽ സ്റ്റേഷനിൽ ഹാജരായില്ലെങ്കിൽ എൻ്റെ പേരിൽ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാദ്യക്കാരെ കയ്യേറ്റം ചെയ്യുകയും പഞ്ചവാദ്യം അലങ്കോലമാക്കുകയും ചെയ്ത ASIക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ വേണ്ടി ആഭ്യന്തരമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകുവാനുള്ള തയ്യാറെടുപ്പിലാണ് ക്ഷേത്ര വാദ്യകലാ അക്കാദമിയും ക്ഷേത്ര വാദ്യകലാ തൊഴിലാളി യൂണിയനും. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. മികച്ച ഭൂരിപക്ഷത്തിൽ ആലത്തൂർ മണ്ഡലം UDF നിലനിർത്തുമെന്ന് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പറഞ്ഞു. CCTVക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പ്രതികരിക്കുകയായിരുന്നു അവർ. ആലത്തൂർ കുടുംബം പോലെയാണ്. 2ാം വിജയത്തിൽ സംശയമില്ല. ആളുകളോടൊപ്പം അവരുടെ ഒരു കുടുംബത്തിലെ അംഗമായിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം ആലത്തൂർ പാർലമെന്റിലെ ജനങ്ങൾ ചേർന്നിരിക്കുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. ചിലവഴിച്ച തുക സംബന്ധിച്ച ഫ്ലക്സ് വിവാദത്തിൽ കഴമ്പില്ല. താൻ സംവാദത്തിന് തയ്യാറാണ്. അത് ആർക്കു വേണമെങ്കിലും പരിശോധിക്കാൻ സാധിക്കുന്നത്. ഞാനത് പരസ്യമായി തന്നെ പറഞ്ഞതാണ്. ആരെവിടെ വന്ന് ചോദിച്ചാലും ഒരു ചർച്ചയ്ക്ക് വരാൻ നമ്മൾ തയ്യാറാണ്.
കോൺഗ്രസിന്റെ വിശ്വാസ്യതയിൽ ആർക്കും സംശയം വേണ്ട. താൽക്കാലിക ലാഭത്തിനു വേണ്ടി ആരെങ്കിലും പാർട്ടിയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കോൺഗ്രസ് ഇല്ലാതാകില്ലെന്നും രമ്യ പറഞ്ഞു. കാരണം എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കും, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിച്ച് പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് കിട്ടാതെ വരുമ്പം ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ട്. കനകോലു റിപ്പോർട്ട് മാധ്യമ സൃഷ്ടിയാണ്. നെഗറ്റീവ് പ്രചരണം തന്നെ ബാധിക്കില്ല. അത് എവിടെ നിന്നോ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന, കാരണം ഇനി അങ്ങനെയെങ്കിലും പറഞ്ഞാൽ രമ്യ ഹരിദാസിനെതിരെ ഒരു പ്രയോഗം നടത്തിക്കളയാമെന്ന് കരുതുന്ന ആരൊക്കെ ഉണ്ടാക്കിയൊരു ഗൂഢാലോചനയാണ് അത്. CCTV പോലുള്ള പ്രാദേശിക ചാനലുകളെ നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം പ്രതിഷേധാർഹമാണെന്നും ജനകീയ പിന്തുണയോടെ ഈ വിഷയത്തെ നേരിടാൻ ഒപ്പമുണ്ടാകുമെന്നും രമ്യ ഹരിദാസ് കൂട്ടിച്ചേർത്തു. 100% പറയുന്നു, പ്രാദേശിക ചാനലുകളെ പിൻവലിച്ചുകൊണ്ട് കുത്തക വൻകിട മുതലാളിമാരുടെ കൈകളിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന തീരുമാനം, അത് പാർലമെന്റിനകത്ത് കൊണ്ടുപോയി തന്നെ ആ തീരുമാനം തിരുത്തുന്നതിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുവാൻ. ഇലക്ഷൻ ഡെസ്ക് CCTV. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് CCTV ഓഫീസ് സന്ദർശിച്ചു. പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാവിലെ 11:30യോടെയാണ് രമ്യ ഹരിദാസ് CCTV ഓഫീസ് സന്ദർശിച്ചത്. കുന്നംകുളം നഗരം കേന്ദ്രീകരിച്ച പ്രചരണത്തിനിടെ ഓഫീസിലെത്തിയ സ്ഥാനാർത്ഥിയെ പൂച്ചെണ്ട് നൽകി CCTV ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ്, ഷാജി വി ജോസ്, KV ശിവദാസൻ, മാനേജർ സിൻഡോ ജോസ്, ന്യൂസ് കോർഡിനേറ്റർ ജോസ് മാളിയേക്കൽ, സീനിയർ ന്യൂസ് എഡിറ്റർ ടോണി PS എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. CCTVയുടെ വിവിധ വിഭാഗങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ആലത്തൂരിലെ സിറ്റിംഗ് MP മടങ്ങിയത്. DCC സെക്രട്ടറി ബിജോയ് ബാബു, നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, നിയോജകമണ്ഡലം ചെയർമാൻ ജയസിംഗ് കൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് CB രാജീവ്, സുരേഷ് മമ്പറമ്പിൽ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കവിത പ്രേമരാജ്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നെൽസൺ ഐപ്പ്, K ജയശങ്കർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. കാരണം 2019 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന എന്നെ ഇപ്പോൾ CCTV പോലെയുള്ള മാധ്യമങ്ങളിലൂടെ കേട്ടറിഞ്ഞും പറഞ്ഞറിഞ്ഞും അവർ വലിയ പിന്തുണ നൽകിയതാണ്. 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ നെന്മാറയും ചിറ്റൂരും തരൂരും ആലത്തൂരും ഉൾക്കൊള്ളുന്ന തമിഴ്നാടിൻ്റെ അതിർത്തി മുതൽ വടക്കാഞ്ചേരി, ചേലക്കര, ഇപ്പം നമ്മൾ നിന്ന് സംസാരിക്കുന്ന കുന്നംകുളം വരെ നീണ്ടുകിടക്കുന്ന പ്രദേശങ്ങളിലെ ആളുകളോടൊപ്പം അവരുടെ ഒരു കുടുംബത്തിലെ അംഗമായിക്കൊണ്ട് അവരുടെ സുഖദുഃഖങ്ങളിൽ ചേർന്നുകൊണ്ട് മുഴുവൻ സമയവും അവരോടൊപ്പം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ കഴിഞ്ഞ ഈ 5 വർഷക്കാലം അവർക്ക് നന്നായി നമ്മളെ അറിയാം. അടുത്തറിഞ്ഞും സംസാരിച്ചും അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടും അവരുടെ സന്തോഷങ്ങളിൽ, ആഘോഷ പരിപാടികളിൽ, അതേപോലെ തന്നെ ദുഃഖങ്ങൾ എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ഒരു കുടുംബാംഗമായിട്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം. ഇലക്ഷൻ ഡെസ്ക് CCTV. ഗുരുവായൂരിൽ ബസ് കയറി സ്ത്രീ മരിച്ചു. അമലനഗർ സ്വദേശിനി ഷീലയാണ് മരിച്ചത്. ഗുരുവായൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന കൃഷ്ണ എന്ന സ്വകാര്യ ബസ്സാണ് സ്ത്രീയുടെ ദേഹത്തു കൂടി കയറിയത്. രാത്രി 8:30 കൂടിയായിരുന്നു സംഭവം. കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KV സുബേർ തത്സമയം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സുബേർ, എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ടോണി, അമല സ്വദേശിനി 50 വയസ്സുള്ള ഷീലയ്ക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. രാത്രി 8:35 അപകടം. പാലക്കാട് ഗുരുവായൂർ റൂട്ടിലോടുന്ന കൃഷ്ണ ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. അവസാന സർവീസിനായി യാത്രക്കാരുമായി ബസ് സ്റ്റാൻഡിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഈ സമയത്ത് ഷീലയും മറ്റ് 2 സ്ത്രീകളും നടന്നു പോകുന്നതിനിടയിൽ ബസ് തട്ടി ഇവർ വീഴുകയായിരുന്നു. വീണ ഷീലയുടെ ശരീരത്തിലൂടെ ബസ്സിൻ്റെ മുൻചക്രം കയറി ഇറങ്ങി. സംഭവ സമയത്ത് തന്നെ ഇവർ മരിച്ചിരുന്നു. യാത്രക്കാരും പോലീസും ചേർന്ന് 15 മിനിറ്റോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മൃതദേഹം പുറത്തെടുത്തത്. ആക്സ് പ്രവർത്തകരെത്തി മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 20 വർഷത്തോളമായി ഷീല ഗുരുവായൂരിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞു വരികയാണ്. ടെമ്പിൾ പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ടോണി, അടുത്ത് വെച്ചിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പെട്ടെന്ന് കടന്നെങ്കിൽ ഡ്രൈവർ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വണ്ടി ഇങ്ങനെ കയറി പടക്കം പൊട്ടണം വലിയൊരു സൗണ്ട് കഴിഞ്ഞു. ആ വഴിക്ക് ഞാൻ അങ്ങോട്ട് മാറി ഇതിങ്ങനെ കേട്ട വഴിക്ക്. അപ്പോൾ ആ കടക്കാരനൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോവുക ചെയ്തത്. അപ്പോൾ ഞാനിതന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ കുറേ പെണ്ണുങ്ങൾ ഇവിടേക്ക് നടക്കുന്ന പെണ്ണുങ്ങളെ നോക്കി കുറവ് നിന്നിട്ട് നല്ല വിളിച്ചിട്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് അറിയുന്നുണ്ട്. ഇതിൻ്റെ ഏത് പെണ്ണാന്ന് എനിക്കറിയുന്നത്. നന്ദി സുബേർ. ഭിന്നശേഷിക്കാരനായ മകനുമായി ദുരിതം പേറി കഴിയുകയാണ് ഉരുമനിയൂർ കഴുത്താക്കൽ 4-ാം വാർഡിൽ കാളത്തൊടിയിൽ സീനത്ത്. ചാവക്കാട് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
പതിനേഴുകാരനായ മകൻ അസ്ലഫും സീനത്തും 11 വർഷമായി താമസിക്കുന്നത് ഇടിഞ്ഞുപൊളിയാറായി നിൽക്കുന്ന വാടക വീട്ടിലാണ്. ഭർത്താവ് ഉപേക്ഷിച്ച സീനത്തിന് മാനസിക വെല്ലുവിളി നേരിടുന്ന മകനെ പരിചരിക്കേണ്ടി വരുന്നതിനാൽ ജോലിക്ക് പോകുവാൻ കഴിയാത്ത അവസ്ഥയിലാണ്. മുൻപ് വീട്ടുജോലിക്ക് പോയിരുന്ന സീനത്ത് ഇപ്പോൾ അതിനും സാധിക്കുന്നില്ല. മോനെ വിചാരിച്ചിട്ടാണ് അന്നും ഞാൻ ജീവിക്കണത്. അല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ അറിയാണ്ട് വേറെ ആക്കാൻ അറിയാണ്ട് എനിക്ക് അന്നും ഈ മോനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. എനിക്ക് ജീവിതമില്ല. മകന്റെ ചികിത്സ പോലും പലരുടെയും സഹായത്തോടെയാണ് നടക്കുന്നത്. മകൻ അസ്ലഫ് ഗുരുവായൂരിലുള്ള ഇൻസൈറ്റ് സ്പെഷ്യൽ സ്കൂൾ +1 വിദ്യാർത്ഥിയാണ്. തകർച്ചാ ഭീഷണിയിലായ ഓടുമേഞ്ഞ വീട്ടിലാണ് ഇരുവരും താമസിക്കുന്നത്. വീടിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗത്തെല്ലാം തുണി തിരുകിയ നിലയിലാണ്. പാമ്പിന്റെ ശല്യവും ഉള്ളതിനാൽ ധൈര്യമായി കിടന്നുറങ്ങാൻ പോലും സാധിക്കുന്നില്ല. 3 കൊല്ലം മുമ്പാണ് വൈദ്യുത കണക്ഷൻ പോലും ലഭിച്ചത്. അതിജീവനത്തിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ അമ്മയും മകനും. എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഒരുമനിയൂർ ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡ് മെമ്പർ നഷ്റ മുഹമ്മദാണ് ഞാൻ. ഇവിടെ എൻ്റെ വാർഡിലാണ് സീനത്ത് കാളിത്തൊടിയിൽ എന്ന കുടുംബം താമസിക്കുന്നത്. അവർക്ക് ഒരു മകനാണുള്ളത്. അത് ഭിന്നശേഷിയുള്ള കുട്ടിയാണ്. 21 വയസ്സായി. ഭർത്താവാണെങ്കിൽ ഉപേക്ഷിച്ചിട്ട് 11 വർഷത്തോളമായി. സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ല. അവർ വാടകയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. ആ ഓണറുടെ ഒരു സഹായം മൂലം ഇത്രത്തോളം പിടിച്ചു നിൽക്കുന്നത്. വീടാണെങ്കിൽ ആകെ തകർന്ന് വീഴാറായ സ്ഥിതിയാണ്. അപ്പോൾ ആ വീണ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും എന്നുള്ളൊരു ആശങ്കയിലാണ്. CCTV ന്യൂസ് ചാവക്കാട്. കനത്ത വേനലിൽ കുളങ്ങളും കിണറുകളും വറ്റുമ്പോൾ ജലസമൃദ്ധിയായി കിടക്കുകയാണ് പഴഞ്ഞി അരുവായി കുഞ്ഞുകുളം. കാട്ടാക്കമ്പൽ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പൊതുകുളമായ കുഞ്ഞുകുളത്തിന് ഏക്കറോളം വിസ്തൃതിയുണ്ട്. കുളത്തിൽ കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനും ധാരാളം പേരെത്തുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുളത്തിന്റെ ഒരു വശത്തെ നടപ്പാതയും കൈവരിയും നിർമ്മിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. കുളത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് മൂലം സമീപത്തെ വീടുകളിലെ കിണറുകൾ വറ്റാറില്ല. മുൻപ് അരുവായി പാടശേഖരത്തെ മുണ്ടകൻ കൃഷിക്ക് കുളത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തിരുന്നു. കുളം കേന്ദ്രീകരിച്ച് നീന്തൽ പരിശീലനത്തിന് സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മന്ദലാംകുന്ന് സെന്ററിൽ സർവകക്ഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുന്നീർകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്ദലാംകുന്നിൽ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച വൈകിട്ട് 4 മണിക്കാണ് ദേശീയപാത ഉപരോധിക്കുക. അടിപ്പാത സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള കേസിൽ നിലവിൽ ടാറിംഗ് ഒഴികെ ബാക്കി നിർമ്മാണം പൂർത്തീകരിച്ചുവെന്ന് കൌണ്ടർ നൽകിയ ദേശീയപാത അതോറിറ്റിയുടെ നടപടി ധിക്കാരമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അർദ്ധരാത്രിയിൽ അശാസ്ത്രീയമായാണ് വർക്ക് നടത്തുന്നത്. ഇത് അംഗീകരിക്കാനാവില്ല. ബദൽ സംവിധാനം ഒരുക്കാതെ മന്നലാംകുന്ന് കൊച്ചന്നൂർ റോഡ് അടച്ചിടാനുള്ള ശ്രമം നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞിരുന്നു. പൊന്നാനി ചാവക്കാട് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കുണ്ടാകുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതും മെഡിക്കൽ കോളേജ്, കുന്നംകുളം എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്താൻ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണിത്. പ്രദേശത്തെ ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളും ചേർന്ന് രൂപീകരിച്ച കൂട്ടായ്മയാണ് ദേശീയപാത ഉപരോധിക്കാൻ തീരുമാനിച്ചത്. ബദൽ യാത്രാ സംവിധാനം ഒരുക്കാതെ റോഡ് അടച്ചുപൂട്ടാനുള്ള നീക്കത്തിൽ നിന്നും പിന്മാറണമെന്നും പ്രദേശത്ത് അടിപ്പാത നിർമ്മിക്കാത്ത പക്ഷം ഉപരോധത്തിന് ശേഷം ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും സർവകക്ഷി കൂട്ടായ്മ ചെയർമാൻ PK ഹസൻ, കൺവീനർ PN നസീർ, വാർഡ് മെമ്പർ അസീസ് മന്നലാംകുന്ന്, MC ബഷീർ, M കമാലുദ്ദീൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബദൽ സംവിധാനം ഒരുക്കാതെ നിലവിലുള്ള റോഡ് ഭാഗം അടച്ചുപൂട്ടാൻ പാടില്ല എന്നിരിക്കെ 2 തവണ PWD റോഡ് അടച്ചുപൂട്ടാനുള്ള ശ്രമം ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അത്തരം ഘട്ടത്തിൽ നാട്ടുകാർ ഒന്നാകെ എതിർത്തതിന്റെ ഭാഗമായിട്ടാണ് അവരതിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത്. ദേശീയപാതയിൽ ചാവക്കാട് പൊന്നാനിക്കിടയിൽ നേർച്ചകൾ, പൂരങ്ങൾ, ഉത്സവങ്ങൾ തുടങ്ങിയുള്ള ഘട്ടത്തിലൊക്കെ തന്നെ ലൈൻ ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളൊക്കെ പോലീസ് തിരിച്ചുവിടുന്ന വഴിയാണ് ഈ PWD റോഡ്. അതിന്റെ ഭാഗമായിട്ടാണ് മന്ദലാംകുന്നിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ആ പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളൊക്കെ കൂടിച്ചേർന്നുകൊണ്ട് സർവകക്ഷി കൂട്ടായ്മ രൂപം കൊടുത്തുകൊണ്ട് ഇപ്പോൾ ശനിയാഴ്ച ഉപരോധ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നു. CCTV ന്യൂസ് പുന്നയൂർകുളം. കുന്നോളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 5ാം വിളക്കിന് വിജിത ചൊവ്വനൂർ അവതരിപ്പിച്ച നങ്ങ്യാർകൂത്ത് അരങ്ങേറി. ഉത്സവബലി ദിവസമായ വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് പ്രശസ്ത സിനിമാ താരവും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിക്കുന്ന നൃത്തം ആഘോഷമുണ്ടാകും. രാവിലെ 9:30 ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാന ചടങ്ങുകളിലൊന്നായ ഭക്തജനങ്ങൾ കാണിക്കയിട്ട് തൊഴുതുന്ന
മാതൃബലിക്കലിൽ ബലി തൂവുന്ന ചടങ്ങ് ആരംഭിക്കും. ഉത്സവ ബലിക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദഊട്ട് ഉണ്ടാകുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് കെ സുബിദാസ്, സെക്രട്ടറി സുനി ഷൈനപ്പുള്ളി, ട്രഷറർ ഭാസ്കര കുറുപ്പ് എന്നിവർ അറിയിച്ചു. നാടൻ വിത്തുകളെ സംരക്ഷിച്ചല്ലാതെ നമുക്കൊരു പുതിയ ഹരിത വിപ്ലവം സാധ്യമാകില്ലെന്ന് മലയാളത്തിന്റെ വിത്തച്ഛൻ പത്മശ്രീ ചെറുവയൽ രാമൻ. വി.കെ. മോഹനൻ കാർഷിക സംസ്കൃതി നേതൃത്വത്തിൽ ശ്രീരാമൻ ചിറ പാടശേഖരത്തിലെ തണ്ണിമത്തൻ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തായാലും വിളവെടുപ്പ് ഈ തണ്ണിമത്തൻ ഉത്സവം അത് ഗംഭീരമായിട്ടുണ്ട്. രാജ്യത്തെ സ്നേഹിക്കുകയും രാജ്യത്തെ ഉള്ള ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോകുന്ന ഏത് വ്യക്തിയാണെങ്കിലും വിശപ്പറിയുന്ന കുടിൽ മുതൽ കൊട്ടാരം വരെ വിശപ്പും ദാഹവും അറിയുന്ന നല്ലൊരു മനസാക്ഷിയുള്ള ആളെ തിരഞ്ഞെടുക്കണം. നാട് നാടായി നിലനിൽക്കണമെങ്കിൽ കാർഷിക മേഖലയിൽ വലിയ പുരോഗതിയുണ്ടാകണം. അന്തസ്സും ആത്മാഭിമാനവും ഉള്ളവനാണ് കർഷകൻ. അന്നമുണ്ടാക്കുന്ന കർഷകനെ ആദരിക്കാനും അംഗീകരിക്കാനും പൊതുസമൂഹത്തിന് കടമയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDF സ്ഥാനാർത്ഥിയും വി.കെ. മോഹനൻ കാർഷിക സംസ്കൃതി ചെയർമാനുമായ VS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. പാടശേഖരത്തോട് ചേർന്ന് ആരംഭിക്കുന്ന സ്റ്റാളിന്റെ ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും സംവിധായകൻ സത്യൻ അന്തിക്കാടും മന്ത്രി K. രാജനും ചേർന്ന് നിർവഹിച്ചു. കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരമാണ്. അപ്പോൾ തരിശ് കിടന്നിരുന്ന പാടത്ത് ഇതുപോലെ അത് വെറുതെ കിടക്കാതെ അത് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിജയിപ്പിച്ച ആളുകളാണ് ഞാനും സുനിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സന്തോഷമുള്ള നിമിഷമാണ്. പ്രത്യേകിച്ചും രാമേട്ടനെ പോലെ ഒരാൾ കേരളം മുഴുവൻ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു കൃഷിക്കാരൻ ഇവിടെ വന്ന് ഇതിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുന്നുള്ള സന്തോഷമാണ്. ഏറ്റവും നല്ല വിത്താണ് ഇറക്കിയത്, ഏറ്റവും നല്ല പരിപാലനമാണ് കൊടുത്തത്. ഞാനൊരു ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി എന്ന നിലയിൽ പറയട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശ്ശൂർ ലോകസഭയിൽ പറ്റാവുന്ന ഏറ്റവും നല്ല വിത്താണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. അതിന് ഏറ്റവും നല്ല പരിപാലനമാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കാണിച്ചു കൊടുക്കുന്നതായി കണ്ടിട്ടുള്ളത്. താന്യം പഞ്ചായത്തിലെ ശ്രീരാമൻ ചിറ പാടശേഖരത്തിൽ 20 ഏക്കറിലായി ആരംഭിച്ച തണ്ണിമത്തൻ കൃഷിയുടെ 2ാം ഘട്ടമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. CPI നാഷണൽ കൗൺസിൽ അംഗം KP രാജേന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CC മുകുന്ദൻ MLA, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേശ് കുമാർ, LDF നേതാക്കളായ PR വർഗീസ് മാസ്റ്റർ, AS ദിനകരൻ, ഷീല വിജയകുമാർ, VN സുർജിത്ത്, ഷീന പറയങ്ങാട്ടിൽ, പുത്തൻപീടിക ചർച്ച് വികാരി ഫാദർ ജോസഫ് മുരിങ്ങത്തേരി, ബാബു വിജയകുമാർ, KP സന്ദീപ്, KK രാജേന്ദ്ര ബാബു എന്നിവർ പങ്കെടുത്തു. വിളവെടുപ്പുത്സവത്തിന്റെ ഭാഗമായി കർഷകപ്പാട്ട്, കാളക്കളി തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. CCTV ന്യൂസ് കേച്ചേരി. പുന്നിയൂർ അകലാട് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. ഇരിങ്ങാലക്കുട സ്വദേശി മനക്കുളങ്ങര പറമ്പിൽ നവാസാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ അകലാട് സ്കൂളിന് സമീപം ചൊവ്വാഴ്ച വൈകിട്ട് 4:45 നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് കയറിയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നവാസിനെ അകലാട് മൂന്നൈനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയിലിരിക്കെ ബുധനാഴ്ച വൈകിട്ട് മരണം സംഭവിക്കുകയായിരുന്നു. മന്ദലാകുന്ന എടയൂരിൽ മിനി റോഡ് റോളറിൽ നിന്ന് ഡീസൽ ചോർന്നു. വാഹനയാത്രക്കാർക്ക് ബുദ്ധിമുട്ട് നേരിട്ടതോടെ ഗുരുവായൂർ അഗ്നിശമന സേനാംഗങ്ങളെത്തി റോഡിൽ വെള്ളമടിച്ച് ഗതാഗത യോഗ്യമാക്കി. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവൃത്തികൾക്കായുള്ള മിനി റോഡ് റോളറിൽ നിന്ന് ബുധനാഴ്ച ഉച്ചയോടുകൂടിയാണ് ഡീസൽ ചോർച്ച ഉണ്ടായത്. റോഡിൽ തളം കെട്ടി നിന്നിരുന്ന ഡീസലിന് മുകളിൽ മണ്ണിട്ട് മൂടിയെങ്കിലും ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴുന്ന അവസ്ഥയിലായിരുന്നു. തുടർന്ന് പ്രദേശത്തെ സമീക്ഷാ ക്ലബ്ബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ദേശീയപാത അധികൃതരുമായി സംസാരിക്കുകയും ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ച് പമ്പ് ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. രാത്രിയായതോടുകൂടി ഇതുവഴി യാത്ര കൂടുതൽ ദുസ്സഹമായി. ഇരുചക്ര വാഹനക്കാർക്ക് കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയായതോടെ വടക്കേക്കാട് SHO R ബിനുവിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ അഗ്നിശമന സേനാംഗങ്ങളെ വിളിച്ചുവരുത്തുകയായിരുന്നു. ഫയർ ഓഫീസർ RL സാബുവിന്റെ നേതൃത്വത്തിൽ സമീർ, നിയാസ്, വിനോദ്, ഗണേശൻ, വിൽസൺ, മജീദ് എന്നിവർ ചേർന്നാണ് റോഡിൽ വെള്ളമടിച്ചത്. സമീക്ഷാ ക്ലബ്ബ് പ്രവർത്തകരായ ഹുസൈൻ എടയൂർ, അഷ്റഫ്, ഫൈസൽ കോജ, ഹസൻ, ഹുസൈൻ കുന്നമ്പത്ത്, റിഷാദ് കോലയിൽ, തൊൽഹത്ത്, അർഷക്, അച്ചാപ്പു തുടങ്ങിയവരും വടക്കേക്കാട് പോലീസിനൊപ്പം ഗതാഗത നിയന്ത്രണത്തിന് നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നിയൂർക്കുളം. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി നേതൃത്വത്തിൽ നഗരസഭ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി ക്യാൻസർ, സ്ത്രീരോഗ, വന്ധ്യത ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുറുക്കൻപാറ ഗ്രീൻ പാർക്കിലായിരുന്നു ക്ലാസ്. വാർഡ് കൗൺസിലർ മിനി മോൻസി അധ്യക്ഷത വഹിച്ച ബോധവൽക്കരണ ക്ലാസ് മലങ്കര ആശുപത്രി സെക്രട്ടറിയും കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റുമായ KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. ഷീബ സിജു സംസാരിച്ചു. മലങ്കര ആശുപത്രിയിലെ കാർക്കിനോ സെന്ററിന്റെയും
മലങ്കര റുസിയ ഫെർട്ടിലിറ്റി സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ ഡോക്ടർ നീന ജോൺ, ഡോക്ടർ പ്രേമു ജോൺസൺ എന്നിവർ ക്ലാസുകൾ നയിച്ചു. വടക്കേക്കാട് കരിച്ചാൽക്കടവ് ചമ്മന്നൂർ താഴം കോൾപ്പടവിൽ കൃഷിയിറക്കിയ കർഷകർ ദുരിതത്തിൽ. വെള്ളത്തിന് ആവശ്യമായ സമയത്ത് ആവശ്യമായ വെള്ളം എത്തിക്കുന്നതിന് MLAമാർ ഇടപെട്ടിട്ടും ഇറിഗേഷൻ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ സഹായം ലഭിക്കുന്നില്ല എന്നാണ് കർഷകരുടെ പരാതി. നിലവിൽ ചമ്മന്നൂർ താഴം ഭാഗത്ത് 500-ലധികം ഏക്കർ വരുന്ന പാടശേഖരങ്ങളിലാണ് കതിർ വന്ന് നിൽക്കുന്നത്. ഇനി 3 ആഴ്ച തുടർച്ചയായി വെള്ളമെത്തിയാൽ മാത്രമാണ് നല്ല രീതിയിൽ വിളവെടുക്കാൻ കഴിയുക. കഴിഞ്ഞ വർഷം കരിച്ചാൽ കടവ് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുൻവർഷത്തെ അനുഭവം വെച്ച് കർഷകർ കൃഷി ഇറക്കിയിരുന്നില്ല. ഇതേ തുടർന്ന് ഭരണതലത്തിൽ അധികൃതർ ഇടപെട്ടാണ് 6 ഫാമേഴ്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കൃഷി ഇറക്കിയത്. എന്നാൽ പാലം പണിയുമായി ബന്ധപ്പെട്ട നൂറടിത്തോട്ടിൽ നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയാണ് നിർമ്മാണം നടത്തുന്നത്. ഇത് ചമ്മന്നൂർ താഴം, കാട്ടകാമ്പാൽ സൊസൈറ്റി പടവ്, പരൂർ പടവ് എന്നിവിടങ്ങളിൽ കൃഷിയിറക്കിയ കർഷകർക്ക് ദുരിതമായി. ഉപ്പുങ്ങൽ പടവിൽ പാലത്തിന് വടക്ക് ഭാഗത്തു നിന്ന് ബർജിംഗ് ഹിറ്റാച്ചി ഉപയോഗിച്ച് ചാലി കീറിയാണ് പമ്പിംഗ് കേന്ദ്രത്തിലേക്ക് അല്പ ആശ്വാസമായി വെള്ളം എത്തിച്ചത്. എന്നാൽ ചമ്മന്നൂർ താഴം പടവ് കർഷകർ ചെറുളി പുഴ ഭാഗത്തു നിന്ന് 4 ദിവസം ചാലി കീറി വെള്ളം നൂറടിത്തോട്ടിൽ പാലത്തിന് കിഴക്കുഭാഗം വരെ എത്തിച്ചെങ്കിലും ഇപ്പുറത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. ഇതേ തുടർന്ന് ഗുരുവായൂർ, കുന്നംകുളം MLAമാരായ AC മൊയ്തീൻ, NK അക്ബർ എന്നിവരോട് വിഷയം അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. നൂറടിത്തോട്ടിൽ താൽക്കാലികമായി ഉണ്ടാക്കിയ ബണ്ട് പൊളിക്കുമ്പോൾ മണ്ണ് മാറ്റാതെ അവിടെ തന്നെ നിരത്തുകയാണ് പാലം നിർമ്മാണ തൊഴിലാളികൾ ചെയ്തിട്ടുള്ളത്. ഈ മണ്ണ് നീക്കം ചെയ്യാൻ ഹിറ്റാച്ചി സംവിധാനം ഉപയോഗിക്കണം എന്നാണ് കർഷകർ പറയുന്നത്. 500 ഏക്കർ കൃഷിസ്ഥലത്ത് കതിര് വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് 3 ആഴ്ചത്തേക്ക് ജലം ആവശ്യമാണ്. തിരുത്തിക്കാട് ബണ്ടിൽ നിന്നും മാർച്ച് 31-ന് വെള്ളം ഇറക്കി തന്നാലും പാലത്തിനിപ്പുറത്തേക്ക് വെള്ളം ലഭിക്കില്ല. വെള്ളം ആവശ്യമുള്ള സമയത്ത് കൃഷി വകുപ്പോ ഇറിഗേഷൻ വകുപ്പോ KLDCയോ ഇടപെട്ടാൽ മാത്രമാണ് കൂടുതൽ തുക ചിലവാക്കി കൃഷി ഇറക്കിയ കർഷകർക്ക് ചിലവാക്കിയ തുക തിരിച്ചു കിട്ടുക. ഇതിനായി നടപടി സ്വീകരിക്കണമെന്ന് പടവ് കമ്മിറ്റി സെക്രട്ടറി മുജീബ് അറക്കൽ, ഓഡിറ്റർ ഹസൻ തളികശ്ശേരി, 6 ഫാമേഴ്സ് പ്രതിനിധികളായ ഉമ്മർ, അഷ്റഫ് എന്നിവർ ആവശ്യപ്പെട്ടു. ഇത്ര പ്രയാസപ്പെട്ടിട്ട് കൃഷി ചെയ്യണ്ടെന്നുള്ളത് മാറ്റിയത് ഭരണതലത്തിൽ നിന്നും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള സമ്മർദ്ദവും നിങ്ങൾ ഇപ്രാവശ്യം ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കൃഷി ഇറക്കാൻ. കൃഷിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കൃഷിക്കാർ ഇപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നത് പരിഹരിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ ഒരു പടവ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ മാർഗങ്ങൾ ചെയ്തു തരേണ്ടത് KLDCയും. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ വെള്ളം കിട്ടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രയാസപ്പെടുന്നതാണ്. ഇത്രയും പൈസ ചെലവാക്കി ചെയ്ത കൃഷി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് CCTV ന്യൂസ്, പുന്നയൂർകുളം. ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് ആർത്താറ്റ് സെന്റ് മേരി സിംഹാസന പള്ളിയിലേക്കുള്ള വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കും. അന്തോക്യ സിംഹാസന പദ്ധതിയായ സ്ലീബ മൊറോസ്താത്യോസ് ബാവയുടെ 94ാമത് ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായിട്ടാണ് 19ാമത് കാൽനട തീർത്ഥയാത്ര നടത്തുക. കല്ലുംപുറം, കൊരട്ടിക്കര, അക്കിക്കാവ്, പോർക്കുളം, താഴത്തേപ്പാറ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം കാൽനട തീർത്ഥയാത്ര വൈകിട്ട് 5:30 ആർത്താറ്റ് കബറെങ്കിൽ എത്തിച്ചേരും. വികാരി ഡിൽജോ ഏലിയാസ് കൂരൻ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് നടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിൽ സ്ഥാപിച്ച പുതുതായുള്ള 4 ഡയാലിസിസ് യൂണിറ്റുകളുടെ കുദാശ കർമ്മം നടന്നു. ഉറുമ്പിൽ ജോൺ കോറപ്പിസ്കോപ്പ കുദാശ കർമ്മം നിർവഹിച്ചു. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ, ട്രഷറർ മോൺസി അബ്രഹാം എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ഡോക്ടർമാർ, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ദേശീയ അന്ധതാ വൈകല്യ നിയന്ത്രണത്തിന്റെ ഭാഗമായി പുന്നയൂർകുളം പഞ്ചായത്ത് അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര തിമിര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജനറൽ ഹോസ്പിറ്റൽ സഞ്ചരിക്കുന്ന നേത്രപരിശോധനാ യൂണിറ്റിന്റെ സഹകരണത്തോടുകൂടിയാണ് സൗജന്യ നേത്ര തിമിര പരിശോധനാ ക്യാമ്പ് നടത്തിയത്. വ്യാഴാഴ്ച രാവിലെ തൃപ്പറ്റ് ആയുഷ് കോംപ്ലക്സിൽ നടത്തിയ ക്യാമ്പ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ചാവക്കാട് താലൂക്ക് ആശുപത്രി ഡോക്ടർ ഹിമ ജോൺ പരിശോധനാ ക്യാമ്പ് നയിച്ചു. നേത്രപരിചരണം, നേത്രരോഗങ്ങൾ എന്നിവയെക്കുറിച്ച് സഞ്ചരിക്കുന്ന നേത്രപരിശോധനാ വിഭാഗം ഒപ്റ്റോമെട്രിസ്റ്റ് അശ്വതി ക്ലാസ് നയിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ, വാർഡ് മെമ്പർ ഷംസു, ജില്ലാ ഒപ്റ്റോമെട്രിക് കോർഡിനേറ്റർ ബിന്ദു, JHI-മാരായ ഉണ്ണികൃഷ്ണൻ, പ്രദീപ്, വന്ദന, JPHN, ടിനു, ശ്രീജ തുടങ്ങിയവരും ആശാപ്രവർത്തകരും നേതൃത്വം നൽകി.
മെമ്പർമാർ ആശാവർക്കർമാർ മുഖേന മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 125ഓളം പേരെ നേത്രപരിശോധനയ്ക്ക് വിധേയമാക്കി. തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ളവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. രാവിലെ 10 മണി മുതൽ 1 മണി വരെയായിരുന്നു ക്യാമ്പ് നടത്തിയത്. CCTV ന്യൂസ് പുന്നയൂർകുളം. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയെ പുതുക്കുന്ന വലിയ നോമ്പ് ദിവസങ്ങൾ ചെറുമനങ്ങാട് സെന്റ് ഗ്രിഗോറിയോസ് ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന MGM മരണസഹായ സമിതി നേതൃത്വത്തിൽ ചെറുമനങ്ങാട് സെന്റ് ഗ്രിഗോറിയോസ് ദേവാലയത്തിൽ കൂടി നമസ്കാരം നടത്തി. കുന്നംകുളം പഴയ പള്ളി വികാരി ഫാദർ ജിസ് ജോൺസൺ വചന പ്രഘോഷണം നിർവഹിച്ചു. തുടർന്ന് എല്ലാവർക്കും അത്താഴ സദ്യയും ഒരുക്കിയിരുന്നു. ഇടവക വികാരി ഫാദർ ബെഞ്ചമിൻ OAC, ഇടവക സെക്രട്ടറി മോഹനൻ, ട്രസ്റ്റി പ്രിൻസ്, മരണസഹായ സമിതി സെക്രട്ടറി ഷിബു, ട്രഷറർ ഷൈജൻ എന്നിവർ നേതൃത്വം നൽകി. ലഹരിക്കെതിരായ പുസ്തക ചങ്ങാത്ത പദ്ധതി 96 വിദ്യാലയങ്ങളിൽ പൂർത്തിയായി. ഒല്ലൂർ സെന്റ് റാഫേൽ കോൺവെന്റ് LP സ്കൂളിലാണ് ലഹരിക്കെതിരെ പുസ്തക ചങ്ങാത്തം പദ്ധതിയുടെ ഭാഗമായി സാരോപദേശ കഥകളടങ്ങിയ പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. ഇതോടെ ജില്ലയിലെ 96 സ്കൂളുകളിൽ പദ്ധതി പൂർത്തിയായി. തൃശൂർ അതിരൂപത തിരുബാലി സഖ്യം ഡയറക്ടർ ഫാദർ സിജോ മുരിങ്ങത്തേരി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾ ചെറുപ്രായത്തിൽ തന്നെ വായനയിലൂടെ നന്മയുടെ പാതകളിൽ സഞ്ചരിക്കാൻ തയ്യാറാവണമെന്ന് ഫാദർ സിജോ മുരിങ്ങാത്തേരി അഭിപ്രായപ്പെട്ടു. സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ടോം അധ്യക്ഷയായി. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസറുമായ മേജർ PJ സ്റ്റേജുവിന്റെ നേതൃത്വത്തിലാണ് പ്രൈമറി വിദ്യാലയങ്ങളെ ഉൾപ്പെടുത്തി ലഹരിക്കെതിരെ പുസ്തക ചങ്ങാത്ത പദ്ധതി നടപ്പിലാക്കുന്നത്. CCTV ന്യൂസ് കേച്ചേരി. ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടി പഴു തറവാട് ശ്രീ ഭദ്രകാളി ശ്രീ കുറത്തിയമ്മ ക്ഷേത്രത്തിലെ ഉത്സവം ഏപ്രിൽ 3 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി കണ്ടശാങ്കടവ് പ്രസാദ് ശാന്തി കാളിദാസിന് നോട്ടീസ് കൈമാറി. ഉത്സവ ദിവസം രാവിലെ ശാന്തിമാരായ കാളിദാസന്റെയും രത്നകുമാറിന്റെ നേതൃത്വത്തിൽ ഗണപതി ഹവനം, ഉഷപൂജ, കലശാഭിഷേകം, ശീവേലി എന്നിവ ഉണ്ടാകും. വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെ ചെണ്ടമേളത്തോടുകൂടി പൂത്താലവും തിടമ്പെടുത്ത് വരവും ഉണ്ടാകും. ഗജവീരൻ ഗുരുജിയിൽ ശിവനാരായണൻ തിടമ്പേറ്റും. ക്ഷേത്രം ഭാരവാഹികളായ പഴു സുധീഷ്, പഴു ദിനേശ്, വേലായുധൻ, കുമാരൻ, രാമു എന്നിവർ പങ്കെടുത്തു. കാട്ടകമ്പൽ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞം 4 ദിവസം പിന്നിട്ടു. പ്രശസ്ത ഭാഗവത പണ്ഡിതൻ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ രാധാ നമ്പൂതിരിപ്പാട്, PI നാരായണൻ, ബിജു നാരായണൻ എന്നിവരാണ് കാർമ്മികത്വം വഹിക്കുക. ഇന്ന് ഗജേന്ദ്രമോക്ഷം മുതൽ കൃഷ്ണാവതാരം വരെയുള്ള ഭാഗങ്ങളാണ് പാരായണം ചെയ്തത്. വൈകിട്ട് പാതിരാകുന്നത്ത് പ്രസാദ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സർപ്പബലിയും ഉണ്ടായി. നാളെയാണ് ഭാഗവത സപ്താഹയജ്ഞത്തിലെ പ്രധാന ചടങ്ങായ രുക്മണി സ്വയംവരം. ഇതിന്റെ ഭാഗമായി വൈകിട്ട് 4 മണിക്ക് രുക്മണി സ്വയംവരം എഴുന്നള്ളിപ്പ് ഉണ്ടാകും. പൂതനാമോക്ഷം മുതൽ രുക്മണി സ്വയംവരം വരെയുള്ള ഭാഗങ്ങളാണ് നാളെ പാരായണം ചെയ്യുക. ഞായറാഴ്ചയാണ് യജ്ഞത്തിന്റെ സമാപനം. സമാപന ദിവസം വൈകിട്ട് ക്ഷേത്രം തന്ത്രിമാരായ ബ്രഹ്മശ്രീ കരകന്നൂർ വടക്കേടത്ത് നാരായണ നമ്പൂതിരി, ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുദ്ധികർമ്മങ്ങൾ ആരംഭിക്കും. മാർച്ച് 25 തിങ്കളാഴ്ച രാവിലെ ശുദ്ധികർമ്മങ്ങൾ, ശിവന് കളഭാഭിഷേകം, വൈകിട്ട് കന്യാകുമാരി ദേവിക്ക് പൂജ എന്നിവ നടത്തും. 26 ചൊവ്വാഴ്ച പ്രതിഷ്ഠാദിനം ആഘോഷിക്കും. രാവിലെ ബ്രഹ്മകലശപൂജ, കലശപൂജ, ഭഗവതിക്ക് ചാന്താട്ടം, കലശാഭിഷേകം, ശ്രീഭൂതബലി, ഉച്ചയ്ക്ക് 11:30 മുതൽ പ്രസാദകൂട്ട്, അത്താഴപൂജയ്ക്ക് ശേഷം ആന, പഞ്ചവാദ്യം എന്നിവയോടുകൂടിയ ചുറ്റുവിളക്ക് എന്നിവ ഉണ്ടാകും. ക്ഷേത്രത്തിൽ വിവിധ ദിവസങ്ങളിലായി കലാപരിപാടികൾ അരങ്ങേറുന്നുണ്ട്. ദിവസവും രാവിലെ 6:30 വിഷ്ണു സഹസ്രനാമ ജപവും സമൂഹ പ്രാർത്ഥനയും വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യഗോപാല മന്ത്രാർപ്പണവും ഉണ്ടാകും. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി നടപ്പറ വയ്ക്കുവാൻ സൗകര്യമുണ്ടായിരിക്കുന്നതാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. CCTV ന്യൂസ് പെരുമ്പലാവ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചാവക്കാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അംഗൻവാടി കുട്ടികൾക്കായുള്ള കുരുന്നില എന്ന ചിത്രങ്ങളടങ്ങിയ പുസ്തകം വിതരണം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അംഗൻവാടി അധ്യാപിക കോമളത്തിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് മോഹൻ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പരിഷത്ത് കേന്ദ്ര കമ്മിറ്റി അംഗം V മനോജ് കുമാർ കുരുന്നിലയും കുഞ്ഞുമക്കളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. പരിഷത്ത് മുനിസിപ്പൽ സെക്രട്ടറി ശിവദാസ്, ICDS സൂപ്പർവൈസർ രാജാദി, സിന്ധു C, ശിവദാസ് എന്നിവർ സംസാരിച്ചു. വൈദ്യുത ഉപയോഗം ക്രമാതീതമായി കൂടുന്നതിനാൽ വൈകിട്ട് 6 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള സമയങ്ങളിൽ മോട്ടോർ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മറ്റ് ആവശ്യമില്ലാത്ത ഉപകരണങ്ങൾ എന്നിവ ഓഫ് ചെയ്തുകൊണ്ട് വൈദ്യുത ഉപയോഗം കുറയ്ക്കണമെന്ന് കുണ്ടന്നൂർ KSEB അധികൃതർ അറിയിച്ചു. പഴഞ്ഞിമാർ ബസേലിയസ് സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. പഠന മികവുകളുടെ അവതരണം കൗതുകമായി. 2023-2024 അധ്യയന വർഷത്തിലെ ക്ലാസ് റൂം പ്രവർത്തനങ്ങളും പഠനോപകരണ പ്രദർശനവും ഓരോ ക്ലാസ് അടിസ്ഥാനത്തിൽ നടന്നു. പ്രധാനാധ്യാപകൻ G. ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ വിഷയങ്ങളിൽ കുട്ടികൾ നേടിയ ആഴത്തിലുള്ള അറിവിനെ സ്വതന്ത്രമായി സദസ്സിന് മുൻപാകെ അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. വിവിധ പാഠഭാഗങ്ങളെ ആസ്പദമാക്കി സ്കിറ്റ്, ദൃശ്യാവിഷ്കരണം, പാട്ടവതരണം, ആത്മകഥ,
സ്വതന്ത്ര വായന തുടങ്ങി വിവിധ പരിപാടികളുടെ അവതരണം മികവേറിയതായി. എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചാണ് പഠനോത്സവം നടത്തിയത്. അധ്യാപകരായ നിസ വർഗീസ്, ജിൻസി പി ജോസ്, സിസി കെ ടി, റഹ്മത്ത് വി എ, പോൾ ഡേവിഡ്, സരുൺ കെ സൈമൺ എന്നിവർ നേതൃത്വം നൽകി. CMC തൃശൂർ നിർമ്മല പ്രൊവിൻസ് ചൂണ്ടൽ മരീന ഹോം മഠാംഗമായ അന്നാസ് എന്ന സിസ്റ്റർ ആനി ഫിർമോസ് നിര്യാതയായി. 85 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:45 ദിവ്യബലിയോടുകൂടി ആരംഭിച്ച സംസ്കാര ചടങ്ങുകൾക്ക് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചൂണ്ടൽ സാൻതോം ചർച്ച് വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി, മരീന ഹോം ചാപ്പൽ ചാപ്പിയൻ ഫാദർ വിൻസെന്റ് ചിറക്കമണവാളൻ എന്നിവർ സഹകാർമ്മികരായി. തൊയക്കാവ് എലുവത്തിങ്കൽ പരേതരായ ദേവസിക്കുട്ടി ത്രേസ്യ ദമ്പതികളുടെ മകളാണ്. ചിയാരം ലേഡി വിക്ടറി, മണലൂർ സെന്റ് തെരേസാസ്, ചൂണ്ടൽ സാൻതോം, പാലുവായ് സെന്റ് ആന്റണീസ്, ഖൊപ്പോളി കാർമൽ കോൺവെന്റ്, കുരിയച്ചിറ സെന്റ് പോൾസ്, ഒല്ലൂർ വിൻസെന്റ് ഡീപോൾ, മുള്ളൂർക്കര കാർമൽ മൗണ്ട് എന്നിവിടങ്ങളിലും കൊട്ടേക്കാട് അസംഷൻ, പെരുമ്പ ക്രൈസ്റ്റ് വില്ല, മനക്കൊടി സാവിയോ ഹോം എന്നിവിടങ്ങളിൽ മഠാധിപതിയായും സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മരീന ഹോമിൽ വിശ്രമജീവിതം നയിച്ചു വരുന്നതിനിടെയായിരുന്നു അന്ത്യം. വൈദികർ, സന്യസ്തർ, ബന്ധുക്കൾ തുടങ്ങിയവർ മരീന ഹോം ചാപ്പലിൽ നടന്ന സംസ്കാര ചടങ്ങുകളിൽ സംബന്ധിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. തലക്കോട്ടുകര ഞാലിക്കര വൈറ്റ് പബ്ലിക് സ്കൂളിൽ പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ജലദിനം ആചരിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഡയറക്ടർ ഡോക്ടർ ജോൺസൺ ആളൂർ തണ്ണീർക്കുടത്തിലേക്ക് ജലം പകർന്നുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ കോർഡിനേറ്റർ ഡോക്ടർ സരിത സജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ബീന ദിനേശൻ പറവകൾക്ക് സ്നേഹ തണ്ണീർക്കുടത്തിന്റെ ബ്രോഷർ സ്കൂൾ പ്രിൻസിപ്പൽ സുമ അച്യുതന് കൈമാറി. സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് എൻ ക്ലാസ് നയിച്ചു. സെക്രട്ടറി കോർഡിനേറ്റർ ദിവ്യ ജയപ്രകാശ്, KG കോർഡിനേറ്റർ സിജി പോളി, PTM മെമ്പർ സൗമ്യ നിഖിൽ, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6145 രൂപ, സ്വർണം പവന് 49,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 80 രൂപ. ചർമ്മനെല്ലുവായി മരാട്ടുമഠം വീട്ടിൽ അനന്തമ്മാൾ നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം വടക്കാഞ്ചേരി ബ്രാഹ്മണ സമൂഹം മഠത്തിൽ നടക്കും. രാമസ്വാമി, വെങ്കടേശ്വരൻ, നാരായണൻ, വിജയലക്ഷ്മി എന്നിവർ മക്കളാണ്. കാട്ടകാമ്പാൽ കിഴക്കുമുറി താമരശ്ശേരി വീട്ടിൽ ബാലൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. പുഷ്പഭാര്യയും ഷിബുലാൽ, സുബീഷ്, പരേതനായ ഷിബിൻ എന്നിവർ മക്കളുമാണ്. സംസ്കാരം നടത്തി. പഴഞ്ഞി അടയ്ക്ക വ്യാപാരി പട്ടിത്തടം കോതോട്ട് ഗോപാലന്റെ മകൻ ജയരാജൻ നിര്യാതനായി. 57 വയസ്സായിരുന്നു. തങ്കമ്മ മാതാവും സതി ഭാര്യയും തേജസ്വര ശ്രീലക്ഷ്മി എന്നിവർ മക്കളുമാണ്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നടന്നു. പറക്കാട് പൊടിയാട് നാരായണൻ ഭാര്യ പത്മാവതി നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ബാലൻ, മുരളി, മിനി, അനിൽ എന്നിവർ മക്കളാണ്. കുന്നോളം നെഹ്റു നഗർ 5th അവന്യൂവിൽ താമസിക്കുന്ന CMC പ്രസ് ഉടമ ചെമ്മണ്ണൂർ വർഗീസ് മകൻ ചാർലി C വർഗീസ് നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ആർത്താറ്റ് മർത്തോമ പള്ളി സെമിത്തേരിയിൽ നടക്കും. ശാന്തഭാര്യയും മോൾസി, അക്സ എന്നിവർ മക്കളുമാണ്. അജ്മാനിൽ ബിസിനസ് നടത്തിയിരുന്ന പെങ്ങാമുക്ക് പള്ളി ഇടവാകാംഗവും മുൻ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ ആനപ്പറമ്പ് ചെറുവത്തൂർ പരേതനായ ഇട്ടിയച്ചൻ മകൻ റജി നിര്യാതനായി. 50 വയസ്സായിരുന്നു. ഷാനി ഭാര്യയും ഷരോൺ, ഇമ്മാനുവൽ എന്നിവർ മക്കളുമാണ്. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ചൊവ്വന്നൂർ മാഞ്ചേരി മുതിരംപറമ്പത്ത് പരേതനായ ബാലൻ ഭാര്യ സാവിത്രി നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഹരിദാസൻ, സതി, പുഷ്പാർജനി, ശിവദാസൻ, രജനി, ജയപ്രകാശ്, സുരേഷ് എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. സംസ്ഥാന പാതയിൽ എടപ്പാൾ മേൽപ്പാലത്തിന് മുകളിൽ KSRTC ബസും ഗുഡ്സ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. 10ഓളം പേർക്ക് പരിക്ക്. മരിച്ചത് ഗുഡ്സ് വാഹനത്തിലെ ഡ്രൈവർ രാജേന്ദ്രൻ, ബസ് യാത്രക്കാരൻ സുകുമാരൻ എന്നിവർ. ബസിനും ഗുഡ്സ് വാനിനും ഇടയിൽ പെട്ട് ചതഞ്ഞറിഞ്ഞ ഗുഡ്സ് ഡ്രൈവറുടെ മൃതദേഹം പുറത്തെടുത്തത് 2.5 മണിക്കൂറിന് ശേഷം. മികച്ച ഭൂരിപക്ഷത്തിൽ ആലത്തൂർ മണ്ഡലം UDF നിലനിർത്തുമെന്ന സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. പ്രാദേശിക ചാനൽ നിരോധനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും RLV രാമകൃഷ്ണനെതിരെയുള്ള അധിക്ഷേപം പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്നും രമ്യ ഹരിദാസ്.
ഹൈടെക് റോഡിന്റെ തകർച്ചയിൽ നടപടിയുമായി പൊതുമരാമത്ത് വകുപ്പ്. ബിറ്റുമിൻ കോൺക്രീറ്റ് ചെയ്ത കുന്നംകുളം ഗുരുവായൂർ റോഡിലെ EMS ഷോപ്പിംഗ് കോംപ്ലക്സിന് മുൻവശത്തെ റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S. ഹരീഷ് കരാറുകാരന് നിർദ്ദേശം നൽകി. മന്ദലാംകുന്ന് എടയൂരിൽ മിനി റോഡ് റോളറിൽ നിന്ന് ഡീസൽ ചോർന്നു. വാഹനയാത്രികർക്ക് ബുദ്ധിമുട്ട് നേരിട്ടതോടെ ഗുരുവായൂർ അഗ്നിശമന സേനാംഗങ്ങൾ എത്തി റോഡിൽ വെള്ളമടിച്ച് ഗതാഗത യോഗ്യമാക്കി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv online.